നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ആരോപണ വിധേയനായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. നാളെ നിർണായക യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ LDF സർക്കാർ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ടൊരു കേസാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ്. അതിൽ ആരോപണ വിധേയരായ പാർട്ടി പ്രവർത്തകരെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല എന്ന ചോദ്യം അത് ചോദ്യമായിട്ട് നിൽക്കവേ തന്നെ യാതൊരു നടപടി സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ തിരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുകയുണ്ടായി. വലിയ രീതിയിലുള്ള പരാജയം LDFന് നേരിടേണ്ടി വന്നു. അതിൽ പല കാരണങ്ങളിലൊന്ന് ഇതാണ് എന്ന ഒരു നിഗമനമൊക്കെ എത്തിയിരുന്നു. ഇനിയെങ്കിലും ഇത്തരത്തിൽ ആരോപണ വിധേയരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ എന്ന ചോദ്യം ഒരു വശത്ത് ഉയരുന്നതിനിടയിലാണ് പത്മകുമാറിനെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന വിവരങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത്. അതിനിടയിൽ ഇതാ മുന്നറിയിപ്പുമായി പത്മകുമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. തനിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഉണ്ടായാൽ താൻ പലതും വെട്ടിത്തുറന്ന് പറയുമെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് പത്മകുമാർ. മാത്രമല്ല, ചില നിർണായക വെളിപ്പെടുത്തൽ കൂടി പത്മകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ശബരിമല യുവതീ പ്രവേശ സമയത്ത് താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്നാണ് പത്മകുമാറിന്റെ പുതിയ വെളിപ്പെടുത്തൽ. പറയേണ്ടതെല്ലാം അതത് ദിവസം തന്നെ താൻ ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുമെന്നും പത്മകുമാർ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു. ഇടതു സർക്കാർ യുവതീ പ്രവേശനത്തിന് രഹസ്യ നീക്കം നടത്തിയ ദിവസം ADGP S ശ്രീജിത്തിനെയും തന്നെയും സന്ധ്യയോടെ ശബരിമലയിൽ നിന്ന് മാറ്റിയ ശേഷമാണ് യുവതികളെ മല കയറ്റിയതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ശ്രീജിത്തിനെ DGPയും തന്നെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും തിരുവനന്തപുരത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകി വിളിപ്പിച്ചിരുന്നു. പുലർച്ചെ 3 മണിയോടെ തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ഓഫീസിലെ മുറിയിലെത്തി TV ഓണാക്കിയപ്പോഴാണ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചതായി അറിയുന്നതെന്നും ഇതിന് പിന്നിൽ ചില കരങ്ങൾ പ്രവർത്തിച്ചതായും അതെല്ലാം പുസ്തകത്തിലൂടെ താൻ വെളിപ്പെടുത്തുമെന്നും പത്മകുമാറിന്റെ മുന്നറിയിപ്പ്. സ്വർണ്ണക്കൊള്ളക്കേസിൽ രജിസ്റ്ററിൽ ചെമ്പുപാളിയെന്ന് എഴുതിയത് മറ്റാരും ആണെന്നും അതിൽ ഒപ്പിടാൻ താൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഈ കൈപ്പട സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തണമെന്ന് SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കടുത്ത അച്ചടക്ക നടപടി എടുക്കുന്നത് ഒഴിവാക്കാനുള്ള പത്മകുമാറിന്റെ സമ്മർദ്ദ തന്ത്രമാണ് ആത്മകഥ പ്രസിദ്ധീകരണം എന്നാണ് കരുതുന്നത്. പ്രതിപക്ഷ നേതാവുമായി അടുത്ത ബന്ധമുള്ളവർ പത്മകുമാറിനെതിരെ കടുത്ത നടപടി എടുക്കരുതെന്ന് സമ്മർദ്ദം ചെലുത്തുന്നു എന്നതടക്കമുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. പലതും പുറത്തു വന്നാൽ ഉന്നതർ കുടുങ്ങും എന്നതിനാലാണ് ഇത്തരത്തിലൊരു സമ്മർദ്ദം ചെലുത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലാ കമ്മിറ്റി എന്ത് നടപടി എടുത്താലും വിഷയത്തിൽ അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയായിരിക്കും സ്വീകരിക്കുക. ജില്ലാ കമ്മിറ്റി എടുത്ത നടപടി തിരുത്താൻ സംസ്ഥാന കമ്മിറ്റിക്ക് അധികാരമുണ്ട്. നിലവിൽ പത്മകുമാർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉന്നത ഇടപെടലുകൾ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ വെളിയിൽ വരുമെന്ന ഭയം പലർക്കുമുണ്ട് എന്നതുകൊണ്ട് തൽക്കാല നടപടി എടുത്തെന്ന് കാണിച്ച് പ്രശ്നം അവസാനിപ്പിക്കുക എന്ന ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന ഒരു വിലയിരുത്തൽ നിലവിലുണ്ട്. പത്മകുമാറിന്റെ ആത്മകഥ പുറത്തു വന്നാൽ ശബരിമലയിലെ പല സംഭവങ്ങളും, അതായത് മറച്ചു വയ്ക്കപ്പെട്ട പല സംഭവങ്ങളും പല സത്യങ്ങളും പുറത്തു വരുമെന്നാണ് നിഗമനം. മാത്രമല്ല, ഇടതു സർക്കാർ യുവതീ പ്രവേശനത്തിന് രഹസ്യ നീക്കം നടത്തിയ ദിവസം ADGP S ശ്രീജിത്തിനെയും തന്നെയും സന്ധ്യയോടെ ശബരിമലയിൽ നിന്ന് മാറ്റിയ ശേഷമാണ് യുവതികളെ മല കയറ്റിയതെന്ന വെളിപ്പെടുത്തൽ ഏറെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ്. മാത്രമല്ല, ശബരിമല യുവതീ പ്രവേശന സമയം ഒരു ഉന്നതന്റെ ഫോൺ കോൾ തനിക്ക് വന്നിരുന്നു. തിരുവനന്തപുരത്തേക്ക് അടിയന്തരമായി ചെല്ലാനായിരുന്നു നിർദ്ദേശം. തിരുവനന്തപുരത്ത് ചെന്നിട്ടും ഉന്നതനെ കാണാൻ സാധിച്ചില്ല. ശബരിമല യുവതീ പ്രവേശന സമയം തന്നെ ബോധപൂർവ്വം ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇത് നടന്നതെന്നും പത്മകുമാർ വ്യക്തമാക്കുന്നുണ്ട്. ആരാണ് ആ ഉന്നതൻ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഇപ്പോൾ പുറത്തുവിട്ട വിവരം തന്നെ വളരെ നിർണായകമാണ്. അങ്ങനെയെങ്കിൽ ഇനി പത്മകുമാർ എന്തൊക്കെ വെളിപ്പെടുത്തൽ നടത്തും എന്ന ഒരു ചോദ്യമൊക്കെ ആശങ്കയൊക്കെ ഒരു വശത്ത് ശക്തമാവുകയാണ്. അതേസമയം പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പത്മകുമാറിനെ സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യവും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇല്ല എന്നത് വസ്തുതയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. മാറ്റി നിർത്തി എന്നൊക്കെ പറയുന്നതിനെ പറ്റി തനിക്ക് അറിയാവുന്ന കാര്യമല്ല. ഇന്നത്തെ കാലത്ത് ആത്മകഥ എഴുതുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. പലരും ആത്മകഥ എഴുതുന്നുണ്ടല്ലോ, അദ്ദേഹം എഴുതട്ടെ. പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ ആലോചിക്കും, എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. അതിന് ഇതൊന്നും ബാധകമായി വരില്ല എന്നാണ് പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നത്. പത്മകുമാറിന്റെ ആരോപണങ്ങളെയും വെളിപ്പെടുത്തലുകളെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. സ്വർണ്ണക്കൊള്ളക്കേസിൽ പാർട്ടി നടപടി നേരിടുന്ന വ്യക്തിയാണ് പത്മകുമാർ എന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾക്ക് മറുപടി നൽകേണ്ട കാര്യം തനിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പത്മകുമാറിനോട് തന്നെ ചോദിക്കണമെന്നും MV ഗോവിന്ദന്റെ പ്രതികരണം. പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുത്തേക്കും. സ്വർണ്ണക്കൊള്ളക്കേസ് പാർട്ടിക്ക് വലിയ പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കി. ഇപ്പോഴുണ്ടായ പുതിയ വെളിപ്പെടുത്തലുകൾ പാർട്ടിക്ക് വലിയ നാണക്കേടായതോടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ
സംഭവത്തിൽ പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. എന്ത് നടപടിയായാലും ഇപ്പോൾ വെളിപ്പെടുത്തിയതുപോലുള്ള വെളിപ്പെടുത്തലുകൾ ഇനിയും പത്മകുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിലേറ്റവും പ്രധാനം, താൻ ദൈവതുല്യനായി കണ്ട ഒരു വ്യക്തി എന്ന് പത്മകുമാർ പറഞ്ഞത് വിശേഷിപ്പിച്ചത് ആരെയാണ് എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് താൻ ദൈവതുല്യനായി കണ്ട ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തി ആരാണെന്ന് വെളിപ്പെടുത്താൻ പത്മകുമാർ തയ്യാറാകുമോ എന്നതും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ദൈവതുല്യൻ എന്ന് താൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റായുള്ള പ്രവർത്തന കാലയളവിൽ പത്മകുമാർ ആ കാലത്തുള്ള കാര്യങ്ങൾ വിവരിക്കുമ്പോൾ, വെളിപ്പെടുത്തുമ്പോൾ, പുസ്തകത്തിലൂടെ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ ആരുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെടുമെന്നതാണ് ഏറ്റവും ആകാംക്ഷ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ സൂചിപ്പിച്ച ദൈവതുല്യൻ ആരെന്നതിനും ആത്മകഥയിൽ ഉത്തരമുണ്ടാകുമോ എന്നൊരു ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് രേഖകളിൽ പത്മകുമാറിൻ്റെതല്ലാത്ത കുറിപ്പുകളുണ്ടെന്ന അഭ്യൂഹവും നിലനിൽക്കുന്നുണ്ട്. ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകളും യുവതി പ്രവേശന വിഷയത്തിൽ താൻ സ്വീകരിച്ച നിലപാടും പത്മകുമാർ ആത്മകഥയിലൂടെ പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായിട്ടും പത്മകുമാറിനെ പുറത്താക്കാൻ CPM തയ്യാറായിരുന്നില്ല. എന്നാൽ അംഗത്വം പുതുക്കാതിരുന്നതോടെ നിലവിൽ സാങ്കേതികമായി അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. മാത്രമല്ല, ഇനി അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന സൂചനകളൊക്കെ നിലനിൽക്കവെയാണ് ഇത്തരത്തിൽ അദ്ദേഹം ചില മുന്നറിയിപ്പും അതുപോലെ തന്നെ ചില നിർണായക വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അത്തരത്തിൽ എന്തൊക്കെ വെളിപ്പെടുത്തലുകളാണ് പത്മകുമാർ നടത്താൻ പോകുന്നത് എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. എന്തായാലും പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും തിരിച്ചടിയായ ചില കാര്യങ്ങളൊന്ന് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തതാണ് എന്ന ഒരു അവലോകനത്തിൽ കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കുക, അല്ലെങ്കിൽ പത്മകുമാറിനെതിരെ ഇനിയെങ്കിലും നടപടിയെടുക്കുക എന്ന തലത്തിലേക്ക് പാർട്ടി കടക്കുന്നത്. എന്തായാലും പത്മകുമാറിൻ്റെ പുസ്തകത്തിനായി കാത്തിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ CPM നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ പത്മകുമാർ ആത്മകഥയിലൂടെ എന്തൊക്കെയാണ് പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്? പാർട്ടി പ്രവർത്തനത്തിൻ്റെ നാൾ വഴികളും MLA, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, സംസ്ഥാന സഹകരണ ഗ്യാരണ്ടി ബോർഡ് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച അനുഭവങ്ങളും ക്രോഡീകരിച്ച ശേഷം പുസ്തക രചനയിലേക്ക് കടക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.